ഇന്നലെ നമ്മളൊരു 7 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണിത്, ഡേ 2. ഇത് ആക്ച്വലി രാവിലെ തന്നെ എണ്ണീറ്റിട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്. ഇത് കാണാനായിട്ട് അത്രയ്ക്കും മനോഹരമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി തമിഴ്നാട്ടിൽ ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ തമിഴ്നാട്ടിൽ വരുമ്പം ഇതിന്റെ നേരെ തിരിച്ചാണ് ഉണ്ടാവാറ്. ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും ഉണ്ടാവാറ്. അപ്പാണെങ്കിൽ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ മഴയുള്ള ടൈമിൽ വരുമ്പം അത്രയും ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ മഴ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് മഴ ഇല്ലാത്ത ടൈമിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ രാവിലെ എണ്ണീറ്റൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചായക്കടയിലൊക്കെ കയറിയിട്ട് ചിലവരൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും കൂടുതലായിട്ട് പാടങ്ങളും കൃഷികളും ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ലോങ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ വണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോകാൻ തന്നെ പ്രത്യേക ഒരു രസം തന്നെയാണ്. മഴയും കൂടി ആയ പിന്നെ പറയണ്ടല്ലോ, നല്ല വിശപ്പും ക്രേവിങ്സും ആയിരിക്കും മെയിൻ ആയിട്ട്. അതിനും നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പോകുന്ന വഴിയിൽ നമ്മൾ നല്ലൊരു റെസ്റ്റോറന്റ് നോക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഈ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു മസാല ദോശയായിരുന്നു ഓർഡർ ആക്കിയിട്ടായിരുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ കൺഫ്യൂഷൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രക്ക് ഹൈപ്പ് കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ എവിടെ ഒരു മിറർ കണ്ടാലും ഒരു മിറർ സെൽഫി അത് മസ്റ്റാണ്. ബൈ ദ ബൈ നമ്മൾ പുറത്തൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ വന്നൊന്ന് റീഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങുക എവിടെ പുറത്തോട്ട് തന്നെ. അപ്പം ഇതെന്തായാലും ഞാനിവിടെ നിർത്താണ്. ഇതിന്റെ പാർട്ട് 3 ഉണ്ട് കേട്ടോ. ശുഭം.